ഹലോ ഗൈസ്, റമദാൻ 15 വ്ളോഗാണ്. വൈകിപ്പോയി. ആദ്യം തന്നെ കട്ട്ലൈറ്റിനാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് ഒടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് അത് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് അതിലേക്ക് കരിയാമ്പലയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ചേർത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി എല്ലാ ഭാഗത്തും മസാല ആയതിന് ശേഷം നമ്മൾ ഇതാക്കുകയാണ് കേട്ടോ. റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് കോഴി പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയാണ് ഇവിടെ. അപ്പുറം തേങ്ങ ഇതാക്കുന്നുണ്ട്. ആ ഉള്ളിയിലേക്ക് നമുക്ക് തക്കാളി, കരിയാമ്പല എല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. കുറേ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇച്ചിരി എടുത്തത്. പിന്നെ നമ്മുടെ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മുട്ട കലക്കിയെടുക്കുകയാണ്. കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ട്ലൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ മുട്ട പൊട്ടിച്ച് വെച്ചതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് അരിച്ചെടുത്തിട്ട് നേരത്തെ അതിലേക്കും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ലാസ്റ്റ് എല്ലാം ആയിട്ട് എടുത്തു. പിന്നെ നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. എല്ലാ കട്ട്ലൈറ്റും ചുട്ടെടുത്ത് പിന്നെ മറിച്ചിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. എടുത്ത് മാറ്റുകയാണ്. പിന്നെ നമ്മുടെ പെരയിൽ ബദ്രീങ്ങൾ ആണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയുള്ള. പിന്നെ നമ്മൾ ചിക്കനും പൊരിച്ചിരുന്നു. ചിക്കൻ പൊരിച്ചെടുത്ത് വെച്ചു. പിന്നെ നെയ്ച്ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കടുമ്പാണ്, കോഴിക്കറിയിലേക്ക് ഇട്ട കടുമ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന മേശപ്പുറത്താണ് ഉള്ളത്. എല്ലാം കണ്ടു നോക്ക്. ഇനി നിങ്ങൾ തന്നെ കണ്ടോ.